വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് വീഡിയോ ആണ് കേട്ടോ, അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ മൊത്തത്തിൽ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മൾ ഒരു ഉദ്ദേശം എന്ന് വെച്ചാൽ ബാർബിക്യൂ ചെയ്യാൻ പോവാം കേട്ടോ. അപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് മുഷ്രിഫ് പാർക്കിലാണ്. ഏകദേശം ഒരു 25 മിനിറ്റിൻ്റെ യാത്രയുണ്ട്. അപ്പം വിൻ്റർ ആയി തുടങ്ങി, നമുക്ക് ബാർബിക്യൂ അതുപോലെ തന്നെ ക്യാമ്പിംഗ്, ഒരു ലോങ് ഡ്രൈവ് ഇങ്ങനെയൊക്കെ പോകാൻ പറ്റിയ ഒരു അടിപൊളി സമയമാണ്. നമുക്ക് സമ്മറിൽ പുറത്തിറങ്ങാൻ പറ്റില്ല, പക്ഷേ വിൻ്റർ ആകുമ്പോൾ തന്നെ നല്ലൊരു കാലാവസ്ഥയായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ വന്ന പാർക്ക് എന്ന് വെച്ചാൽ മുഷ്രിഫ് പാർക്ക്. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, ഇവിടെ ഇങ്ങനെ കുറേ ബാർബിക്യൂ ചെയ്യാൻ പറ്റിയ പാർക്കുകൾ അവൈലബിൾ ആണ്. പക്ഷേ മുഷ്രിഫ് പാർക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ലൊരു വിശാലമായ പാർക്കാണ്. അതുപോലെ കുറേ അധികം ആക്ടിവിറ്റീസൊക്കെ അവിടെ അവൈലബിൾ ആണ്. ഞാൻ പോകുന്ന വഴി പറഞ്ഞുതരാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ എൻട്രൻസിലെത്തി കേട്ടോ. അപ്പോൾ ഇവിടുത്തെ എൻട്രൻസ് ഫീ എങ്ങനെയാണെന്ന് വെച്ചാൽ പെർ പേഴ്സണിന് 3 dirhams ആണ് വരുന്നത്, പെർ കാറിന് 10 dirhams. അതുപോലെ ബിലോ 2 years ആണെങ്കിൽ ഫ്രീ എൻട്രി ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ പെർ കാറിന് 10 dirhams കൊടുത്ത് പെർ പേഴ്സണിന് കൊടുക്കേണ്ടതൊന്നും വന്നിട്ടില്ല. അങ്ങനെ നമ്മൾ ഉള്ളോട്ട് പോവാം. നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ല അടിപൊളി പാർക്കാണ് കേട്ടോ. ഇത് വേറൊരു പാർക്കിനേക്കാളും വ്യത്യസ്തമായിട്ടുള്ള പാർക്ക് തന്നെയാണ്. കാരണം നമ്മൾ ഒരുപാട് പാർക്കിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നല്ല പച്ചപ്പ് നിറഞ്ഞ, ഇതുപോലെ തന്നെ ഒരു ചില ഭാഗത്തല്ലേ നമ്മൾ ഈ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ പോയ പോലെ ഫീൽ ആവും കേട്ടോ. അതുപോലെ ഇവിടുത്തെ മരത്തിനും കുറച്ച് ഒരു പ്രത്യേകതയായിട്ടുള്ള ഒരു മുള്ളു പോലത്തെ ഒരു മരമാണ്. നമ്മൾ തിരികെ വരുമ്പോഴത്തേനും നമ്മുടെ ഷൂവിൻ്റെ അടിയിലും അതുപോലെ കാറിലൊക്കെ ഈ കുഞ്ഞൊരു വട്ടത്തിലുള്ള മുള്ളിന് ഇതിങ്ങനെ പെറുക്കിച്ചാടലായിരുന്നു നമ്മുടെ പണി. അങ്ങനെ മുള്ളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം വലിയ തിരക്കുണ്ടായിട്ടില്ല, പാർക്കിംഗ് ഒക്കെ അവൈലബിൾ ആയിരുന്നു. അപ്പോൾ നമ്മൾ 2 ഫാമിലിയാണ് ഒന്നിച്ച് പോയത് കേട്ടോ. അപ്പോൾ 2 കാറിലാണ് പോയത്. അപ്പോൾ അവരോട് നമ്മൾ പറഞ്ഞിരുന്നു, നിങ്ങൾ നേരത്തെ പോയി സ്പോട്ടൊക്കെ കണ്ടുപിടിച്ചു, അപ്പോൾ തന്നെ നമ്മൾ വരാമെന്ന്. ഇത് കണ്ടോ, അവിടെ കുറേ പേര് നമുക്കിങ്ങനെ ബാർബിക്യൂ ചെയ്യുന്നത് കാണാം. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല, അത്രക്കും ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. വലിയ തിരക്കില്ല എന്ന് പറയാൻ കാരണം ഇത് വലിയ പാർക്കാണ്, അതുകൊണ്ട് ഇന്നത്തെ ദിവസം വലിയ തിരക്ക് കണ്ടിട്ടില്ല. ഇതാണ് ഞാൻ പറഞ്ഞ ആ മരം. അത്ര മുഴുവനും ചപ്പല്ലാണ്ട് ഇച്ചിരി മുള്ളും കാര്യങ്ങളായിട്ടുള്ളതാണ്. അങ്ങനെ നമ്മൾ ഡെസ്റ്റിനേഷൻ, നമ്മളെ സ്പോട്ട് എത്താനായിട്ടുണ്ട് കേട്ടോ. ഈ പാർക്കിൻ്റെ ഇനിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ പലതരം ആക്ടിവിറ്റീസ് അവൈലബിൾ ആണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഫാമിലി ആയിട്ട് വരുവാണെങ്കിൽ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസ് തന്നെയാണ്. ഒന്നാമത് പറയുകയാണെങ്കിൽ കുട്ടികൾക്ക് നോക്കുകയാണെങ്കിൽ പ്ലേ ഗ്രൗണ്ട്സ്, അതുപോലെ പ്ലേ ഏരിയ, റൈഡ്സൊക്കെ അവൈലബിൾ ആണ്. പിന്നെ സ്വിമ്മിംഗ് പൂള്, അത് അഡൾട്ട്സിനാണെങ്കിൽ 10 dirhams, ചിൽഡ്രൻ 5 dirhams ആയിട്ടാണ് ഫീ വരുന്നത്. പിന്നെ ഹൈ റോപ്പ് ആക്ടിവിറ്റി, അതുപോലെ ഹോർസ് റൈഡിങ്, സൈക്കിൾ ട്രാക്ക്, പിന്നെ BBQ ഏരിയ, ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്നത്. പിന്നെ നമുക്ക് സിപ്പ് ലൈൻ വരുന്നുണ്ട്. ഇങ്ങനെ പലതരം ആക്ടിവിറ്റീസും കാണാം. അതുപോലെ തന്നെ ചില ഏരിയയിൽ ഇവർ ഡൈനിങ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ എങ്ങനെ എനിക്ക് കൃത്യമായിട്ട് റേറ്റും കാര്യങ്ങളും അറിയില്ല. അപ്പോൾ അതിനൊക്കെ എക്സ്ട്രാ പേയ്മെൻറ്റ് ഉണ്ടാവും. ബർത്ത്ഡേ പാർട്ടി ഇങ്ങനെയൊക്കെ വെക്കുന്നവരുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ പാർക്കിംഗ് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ ഇനി മുന്നോട്ട് കുറേ അങ്ങോട്ട് പോകണ്ടെന്ന് വെച്ച് നല്ലൊരു സ്പോട്ട് കിട്ടിയതുകൊണ്ട് ഇവിടെ തന്നെ നമുക്ക് പാർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. അവർ സ്ഥലം മാറ്റി പിടിച്ചോ? നിറയെ വണ്ടികൾ കേട്ടോ. ഇത് ആ സൈക്കിൾ എടുക്ക, ഇവിടെ ഓടിക്കൂ.
അങ്ങനെ നമ്മൾ സാധനമൊക്കെ പെറുക്കിയിട്ട് ഇതാ നമ്മളെ സ്ഥലത്തിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇവരിൽ ഇത് ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടും ഫാമിലിയാണ്. ഇവർ നേരത്തെ ഒരു 5 മിനിറ്റ് നേരത്തെ എത്തി. ഇവരാണ് സ്പോട്ട് കണ്ടുപിടിച്ചത്. നല്ല സ്പോട്ട് കിട്ടി കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഒരു തിണ്ണ പോലത്തെ സ്ഥലം ഇതാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിണ്ണ പോലെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അതിൻ്റെ മേലെ വെച്ചിട്ട് ബാർബിക്യൂ ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഇതിന് തൊട്ടടുത്ത് ഇങ്ങനെ അവർ കുഴി പോലെ ആക്കിയിട്ടുണ്ടാവും. ഈ ചാർക്കോളിൻ്റെ വേസ്റ്റൊക്കെ ലാസ്റ്റ് ഇടാനാണ്. നല്ല രീതിക്ക് അവർ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് വന്ന് വേസ്റ്റൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് അതൊരു നല്ല കാര്യമായിട്ട് തോന്നി. അപ്പോൾ നമ്മൾ ചിക്കൻ മാരിനേറ്റൊക്കെ ചെയ്ത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അതുപോലെ നമ്മൾ 2 ടൈപ്പ് ഓഫ് മാരിനേഷൻ ചിക്കൻ മാരിനേഷൻ ചെയ്തിട്ടുണ്ട് ഞാനും അവരും. അതുപോലെ തന്നെ ഞാൻ മയണൈസും അവർ ഹമ്മൂസും ചെയ്തു. പിന്നെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചത് ആകെ കുബൂസ് മാത്രമാണ്. പിന്നെ ഇവർ ആണുങ്ങൾ ചാർക്കോളൊക്കെ കത്തിച്ച് കനലാക്കി തരാൻ അവർ ഏറ്റെടുത്തതുകൊണ്ട് ആദ്യം തന്നെ അവർക്ക് അടിയൂട്ടി നമ്മൾ വിട്ടുകൊടുത്തട്ടോ. ദിതുമോൾ എന്താ ചെയ്യുന്നേ? മണ്ണ് കളിക്കുന്ന ഇഷ്ടം മണ്ണ് കളിക്കാന്. ഓ ബക്കറ്റ് ഒന്നും എടുത്തിട്ടില്ലപ്പാ. ബക്കറ്റെല്ലാം എടുത്തിട്ട് ഇനിയൊരു ദിവസം വരാട്ടാ. ഓക്കെ, തലയിലൊന്നും മണ്ണിടല്ലേ. ഇവിടെ നമുക്ക് ടെൻറ്റ് കൊണ്ടുവന്നിട്ട് ഇന്ന് സെറ്റ് ചെയ്യാം കേട്ടോ. പക്ഷേ ഏകദേശം ഒരു ഉച്ച കഴിഞ്ഞത് നമ്മൾ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് നമുക്ക് കുറച്ചധികം സമയം കിട്ടും. കാരണം ഇവിടെ രാത്രി സ്റ്റേ ചെയ്യാൻ പാടില്ല. ക്ലോസിങ് ടൈം വന്നിട്ട് 10 or 11 o'clock അങ്ങനെ എന്തോ ആണ് വരുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ പോകുമ്പോൾ ഒരു സ്പീക്കർ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു ചെറിയ സ്പീക്കർ. അപ്പോൾ പാട്ടൊക്കെ വെച്ച് പിള്ളേരപ്പോൾ കുറച്ച് ചില്ലായി. അതുപോലെ തന്നെ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് പറയണമെന്ന് തോന്നിയൊരു കാര്യം കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എത്രത്തോളം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു പാർക്കാണെന്ന്. അപ്പോൾ ഇതൊരു വീക്കെൻഡാണ് നമ്മൾ പോയത്. ഇതിന് ശേഷം നമ്മൾ ഒരിക്കലും കൂടി വേറെ ഫാമിലി ഒന്നിച്ചിട്ട് സെയിം പാർക്കിലോട്ട് നമ്മൾ ബാർബിക്യൂ ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. അതെന്ന് വെച്ചാൽ December 2-നാണ്. ഇവിടുത്തെ UAE നാഷണൽ ഡേ ആണ് അന്ന്. അപ്പോൾ എല്ലാവർക്കും ഓഫ് ചെയ്യുന്നു. അപ്പോൾ ഏകദേശം ഒരു 3:30-4 മണിക്ക് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു 20 minutes ആയിരുന്നു നമ്മൾ പാർക്കിൻ്റെ അവിടെ തറയും. അതിന് ശേഷം നമ്മളെ വണ്ടി മുന്നോട്ട് നീങ്ങുന്നില്ല, അത്രത്തോളം തിരക്കിയതിനും ഈ ഉറുമ്പരിക്കുന്ന പോലെ ആയിരുന്നു നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. ഒരു സ്പോട്ട് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ 2 മണിക്കൂർ എടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. ഈ എൻട്രൻസിൽ തൊട്ട് എക്സിറ്റ് വരെ എന്താ പറയുക ബാർബിക്യൂ ചെയ്യലും അങ്ങനത്തെ കാര്യങ്ങളിനും നമുക്ക് പാർക്കിങ് കിട്ടിയിട്ടില്ലായിരുന്നു. ലാസ്റ്റ് എക്സിറ്റിൻ്റെ അവിടെ ഒരു ചെറിയ ഗ്യാപ്പിലായിരുന്നു നമ്മൾ വണ്ടി കയറ്റിയിട്ട് ബാർബിക്യൂ ചെയ്ത്. അപ്പോൾ ഏകദേശം 6-7 മണിയായിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ശരിക്കും വ്ളോഗ് എടുക്കണമെന്ന് വെച്ചതാണ്, പക്ഷേ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഷോർട്ട് വീഡിയോ കണ്ടിട്ടില്ലെന്ന് കണ്ടു നോക്കുക. ശരിക്കും പറഞ്ഞാൽ 2 ബാർബിക്യൂ ചെയ്ത് 2 എക്സ്പീരിയൻസ് ആയിരുന്നു. ശരിക്കും എൻജോയ് ചെയ്തു കേട്ടോ. ഓൺ ചെയ്ത് പറയാണ് വിളിച്ചിണ്ടാ. അപ്പോൾ നമ്മൾ ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ 2 ടൈപ്പ് മാരിനേഷൻ ആക്കിയിട്ട് കൊണ്ടുവന്നതാണ്. നമ്മൾ 2 ഫാമിലി വന്നുകൊണ്ട് 2 ടൈപ്പ് മാരിനേഷൻ റെഡിയാക്കിയത്, ഗ്രീനും ഒന്ന് റൈറ്റും. അത് ഫസ്റ്റ് ബാച്ച് തിരിച്ചിടാം. നല്ല കത്തിപ്പിടിച്ചിന് കനൽ. പിന്നെ ശ്രദ്ധിക്കണം, പിന്നെ നമ്മൾ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ കരയാൻ ചാൻസുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ എന്താ ഒരു രസമാണല്ലേ. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ ഇത് മിക്ക ആൾക്കാരുണ്ട്. ഞാൻ ഓൾറെഡി വരുമ്പോൾ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. എൻട്രൻസിന് തൊട്ട് എൻ്റെ വരെ ഇത്രത്തോളം ആൾക്കാർ. പാർക്കിംഗ് കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നേരത്തെ കാലത്ത് എല്ലാവരും വന്ന് സീറ്റ് പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല അങ്ങനെ ഇരുട്ടി തുടങ്ങി കേട്ടോ. അപ്പോൾ നമ്മൾ 3 ബാച്ചായിട്ട് ബാർബിക്യൂ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം പറയുകയാണെങ്കിൽ ഫസ്റ്റ് ബാച്ചിൽ നമ്മളെല്ലാവരും കഴിക്കാൻ തുടങ്ങി കേട്ടോ. ഏകദേശം എല്ലാവർക്കും വിശന്ന് തുടങ്ങി. അപ്പോൾ നമ്മൾ വെച്ച് കഴിക്കാമെന്ന്. ശരിക്കും പറഞ്ഞാൽ ആ ചൂടോടെ നല്ല ടേസ്റ്റായിരുന്നു കഴിക്കാൻ. പിന്നെ നമ്മൾ തീരുമാനിച്ചു ഇനി 2 ബാച്ചായിട്ട് നമുക്ക് ഇരുന്ന് കഴിച്ചാൽ മതിയെന്ന്. പക്ഷേ ഫസ്റ്റ് ബാച്ചും പിന്നീട് കഴിക്കുന്നതിൽ നല്ല ഡിഫറൻസ് തോന്നി കേട്ടോ. നിങ്ങൾ ബാർബിക്യൂ ചെയ്യുന്നവർക്ക് അറിയായിരിക്കും. ഫസ്റ്റായിട്ട് നമ്മൾ ചുടുന്നോറ് കഴിക്കുന്നതിനും അല്ലാത്തതിനും നല്ല ഡിഫറൻസ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ദിവസമായിരുന്നു, എൻജോയ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ അടുത്ത വീഡിയോ ക്യാമ്പിങ് ചെയ്യാനാണ് പ്ലാൻ കേട്ടോ. അപ്പോൾ എന്തായാലും
ക്യാമ്പിംഗ് വീഡിയോ ആയിരിക്കും ഇനി വരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നത്തെ പോലെ ലൈക്ക് ചെയ്യുക. അതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.